കർണാടക സംഗീതത്തിൽ അഭ്യാസഗാനങ്ങൾ, സഭാഗാനങ്ങൾ എന്നിങ്ങനെ പാട്ടുകളെ തരംതിരിക്കാറുണ്ട്. അഭ്യാസഗാനങ്ങൾ, ആ പേരിൽ തന്നെയുണ്ട് അഭ്യാസം, എക്സർസൈസ്, പ്രാക്ടീസ് ചെയ്യാൻ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉള്ളത്, നമ്മളിപ്പോൾ 2 വരി കോപ്പിയൊക്കെ എഴുതും, ഇംഗ്ലീഷ് എഴുതുന്ന 4 വരി കോപ്പിയൊക്കെ ആദ്യം എഴുതും. അതുപോലെ സ്വരങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അതിൻ്റെ ബേസിക് ലെസൺസ് പഠിക്കാൻ, സ്വരജ്ഞാനമുണ്ടാകും. സ്വരങ്ങളെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം കുറേ ബേസിക് ലെസൺസ്, അടിസ്ഥാന പാഠങ്ങളുണ്ട്. അതിനെയാണ് അഭ്യാസഗാനങ്ങൾ എന്ന് പറയുന്നത്. വരിശകൾ, അലങ്കാരങ്ങൾ, ഗീതങ്ങൾ, സ്വരജതി, ജതിസ്വരം തുടങ്ങി കുറേ തരത്തിലുള്ള അഭ്യാസഗാനങ്ങളുണ്ട്. പിന്നെ സഭാഗാനങ്ങൾ എന്ന് പറഞ്ഞാലോ, സഭ എന്ന് പറഞ്ഞാൽ സ്റ്റേജ്, അരങ്ങ്, സഭയിൽ ഇരുന്ന് പാടുക, ഒരു വേദിയിൽ ഇരുന്ന് പാടുന്നതിന്, ഓഡിയൻസിന് മുന്നിൽ പെർഫോം ചെയ്യാനുള്ള, അവതരിപ്പിക്കാനുള്ള ഗാനങ്ങളെയാണ് സഭാഗാനങ്ങൾ എന്ന് പറയും. ഈ അഭ്യാസഗാനങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നന്നായിട്ട് സാധകം ചെയ്യാന്നാണ് സംഗീതത്തിൻ്റെ ഭാഷയിലൊക്കെ പറയും. പ്രാക്ടീസ് ചെയ്യാം, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടി പാടി ഉറപ്പിച്ചാലേ നമുക്ക് സഭാഗാനങ്ങൾ പാടാൻ പറ്റും. അതിമനോധർമ്മമായിട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യും. പിന്നീട് ഒരു അരമണിക്കൂറോളം പാടാനുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ വേദിയിൽ നമുക്ക് ഒരു 10 മിനിറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും. അപ്പോൾ അഭ്യാസഗാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, ചില സഭാഗാനങ്ങൾ വേദിയിൽ ഇരുന്ന് പാടാനുള്ളത്. ചില പാട്ടുകൾ രണ്ടിനും ഉപയോഗിക്കും, പ്രാക്ടീസ് ചെയ്യാനും എടുക്കും, സഭാഗാനമായി ഒരു കൺസേർട്ടിൻ്റെയൊക്കെ കച്ചേരി 2-3 മണിക്കൂർ നീളുന്ന ഒരു പെർഫോമൻസിന് ആദ്യം പാടുന്ന ചില ഗാനങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടും. അഭ്യാസഗാനങ്ങളും സഭാഗാനങ്ങളും എന്താണ് നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇനി നിങ്ങൾക്ക് അഭ്യാസഗാനങ്ങളിലെ ചിലത് പഠിക്കാനുണ്ട്. വരിശകൾ, അലങ്കാരങ്ങളൊക്കെ, അത് ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. വരിശകൾ, അഭ്യാസഗാനങ്ങളിൽ സ്വരങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സപ്തസ്വരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 7 സ്വരങ്ങൾ. ആരോഹണം, അവരോഹണം എന്ന് പറയുന്നു. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നു, താഴത്തേക്ക് ഇറങ്ങി വരുന്നു. ഇതേ സ്റ്റെപ്പുകളിലൂടെ കയറി ഇറങ്ങുമ്പോഴാണ്, ഇതൊരു മായാമാളവ ഗൗള എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്. നമ്മൾ സിനിമാ പാട്ടിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ, പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം ഈ സ്വരങ്ങൾ മാത്രമേ ആ പാട്ടിലുണ്ടാവുള്ളൂ. അഥവാ ഈ സ്വരങ്ങളിലൂടെ കയറിയിറങ്ങുന്ന ഗാനങ്ങളായിരിക്കും. ആ സ്വരങ്ങളെ നമ്മൾ കാണില്ല, സ്വരങ്ങളെ പൊതിഞ്ഞ സാഹിത്യം, പവനരച്ചെഴുതുന്നു എന്ന സാഹിത്യം ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഈ സപ്തസ്വരങ്ങൾ ആദ്യം പഠിക്കുന്നു. സരി ഗമ പദ നി സ നി ധ പ മ ഗ രി സ. ഇത് പല സ്പീഡിൽ. സരി ഗമ പദ നി സ നി ധ പ മ ഗ രി സ. സരി ഗമ പദ നി സ നി ധ പ മ ഗ രി സ. സരി ഗമ പദ നി സ നി ധ പ മ ഗ രി സ. സരി ഗമ പദ നി സ നി ധ പ മ ഗ രി സ. ഇങ്ങനെ പല സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ സ്ലോ ആയിട്ടും പാടും. കുറേ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യും. ശബ്ദത്തിന് നല്ല സ്വാധീനം കിട്ടാനും ശ്വാസ നിയന്ത്രണത്തിനും ഒക്കെ ഇത്തരം പ്രാക്ടീസുകൾ വേണം. പിന്നീട് ഈ സ്വരത്തിനെ ഒളിച്ചു വെച്ച് സരിഗമ പദനി സ പകരം സ്വരങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യും പല രീതിയിൽ. ഇതാണ് ഒന്നാമത്തെ ഒരു എക്സർസൈസ്, സ്വരങ്ങൾ വെച്ചുകൊണ്ട്. വരിശകൾ എന്നാണ് സംഗീതത്തിൻ്റെ ഭാഷയിൽ അതിനെ പറയുന്നത്. പല തരത്തിലുള്ള വരിശകളുണ്ട്. സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നി നി സ സ. സ
ഝണ്ട വരിശ എന്ന് പറയും. എല്ലാം ഈ രണ്ടെണ്ണമായിട്ട് പാടും. പിന്നെ സസരി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ 1 1 2 2 3 3 4 4 2 2 3 3 4 4 5 5 3 3 3 4 4 5 5 6 6 എന്ന പോലെ അങ്ങനെ പാടും. പല രീതിയിൽ പാടും. ഇത് പല സ്പീഡിൽ പാടും. സസരി 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 രി ഗ ഗ മ മ രി രി ഗ രി രി ഗ രി ഗ രി രി ഗ ഗ മ മ പ ഗ ഗ മ ഗ ഗ മ ഗ മ ഗ ഗ മ മ പ പ ദ ദ ആ ഇതൊക്കെയാണ് നമ്മൾ പല പാട്ടിലും പല ഹമ്മിങ്ങിലൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് ഇത്തരം പല തരത്തിലുള്ള വരിശകളുണ്ട്. മധ്യസ്ഥായി വരിശ സരി ഗമ പ ഗമ പ പ ഗമ പ ധ നി ധ പ മ ഗമ പ ഗമ ഗ രി സ സരി ഗമ പ ധ നി ധ ധ സ ധ നി ധ രി ധ ധ രി ധ ധ രി ധ നി ധ പ മ പ ധ നി ധ രി ധ നി ധ പ ധ നി ധ പ മ ഗ രി സ. ഇങ്ങനെ നിരവധി ബേസിക് ലെസൺസ്, ബേസിക് എക്സർസൈസുകൾ നമ്മുടെ തൊണ്ടയെ ഫ്ലെക്സിബിൾ ആക്കാൻ, എങ്ങനെ വേണമെങ്കിലും ഏത് ട്യൂൺ വേണമെങ്കിലും പാടാനുള്ള രീതിയിൽ അതിനെ മെരുക്കിയെടുക്കുന്നു ഈ വരിശകൾ. ഇതാണ് വരിശകൾ. ആദ്യത്തെ എക്സർസൈസ് വരിശകൾ. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നത് അലങ്കാരങ്ങൾ. നമ്മൾ സ്വരങ്ങളായിട്ട് കുറച്ച് പരിചയം വന്നു. ഇനി താളം ആയിട്ട് പരിചയം വേണം. അപ്പോൾ ഈ സ്വരങ്ങളും താളവും വെച്ചുള്ള പ്രാക്ടീസാണ് അടുത്തത്. ആദ്യം ആദി താളം എന്ന് പറഞ്ഞിട്ടൊരു താളം പഠിക്കും. 1 2 3 4 5 6 7 8 1 2 3 1 2 3 രൂപക താളം. ഇങ്ങനെ പല തരത്തിലുള്ള താളങ്ങൾ പഠിക്കും. പിന്നെ പല താളങ്ങളിലുള്ള പ്രാക്ടീസാണ്. ധ്രുവതാളം, മധ്യതാളം, സംഗീതത്തിൻ്റെ ഭാഷയിൽ സപ്തതാള അലങ്കാരങ്ങൾ എന്ന് പറയും. 7 താളം. അതിന് പല വെറൈറ്റികളും ഉണ്ട്. അങ്ങനെ 175ഓളം താളങ്ങളെയൊക്കെ പിന്നീട് പഠിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പാടും. സരി ഗ സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പ ദ നി പ ദ നി സ 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4 ആ. ഇത് അടുത്ത സ്പീഡിൽ ആ ഇങ്ങനെ പല രീതിയിൽ പാടി പ്രാക്ടീസ് ചെയ്യും. സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി പ ദ നി സ ധ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി മ ഗ രി സ. ഇതിൻ്റെ ആ സ്വരങ്ങളുടെ പാറ്റേൺ എങ്ങനെ? 1 2 3 4 2 3 4 5 3 4 5 6 സരി ഗ മ രി ഗ മ പ ഗ മ പ ദ ആ. ഇങ്ങനെ പല രീതിയിൽ താളങ്ങൾ പിടിച്ച് പഠിക്കും. അതാണ് അലങ്കാരം. ഗീതം. സംഗീതത്തിൽ നമ്മൾ ആദ്യം വരിശകൾ പഠിച്ചു, പിന്നീട് അലങ്കാരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പില്ല. ഇത്ര നേരം നമ്മൾ സ്വരങ്ങൾ പഠിച്ചു, താളങ്ങൾ പഠിച്ചു. ഇനി ആ സ്വരത്തിൻ്റെ കൂടെ സാഹിത്യം കൂടി, അർത്ഥമുള്ള കുറച്ച് വാക്കുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാടും. ഗീതം എന്ന് പറഞ്ഞാൽ പാട്ട് എന്നാണ് അർത്ഥമെങ്കിലും ഇതിൽ ചെറിയ സംഗീത രൂപങ്ങൾ സംഗീതത്തിൽ. ഒരു ഉദാഹരണത്തിന് ഗ ഗ പ പ ധ പ സ സ എന്നാണ് ആദ്യം പഠിക്കുക. പിന്നീട് അതിൻ്റെ സാഹിത്യം അതേപോലെ വരവീണ മൃദുപാണി വരവീണ ഗ ഗ പ പ ധ പ സ സ. ആ സ്വരം പഠിച്ച് അതേപോലെ സാഹിത്യം വരവീണ മൃദുപാണി എന്ന സാഹിത്യം പാടാൻ പഠിക്കും. പാട്ടുകൾ പഠിക്കാനുള്ള അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ്. ആദ്യം സ്വരങ്ങൾ പഠിച്ചു, പിന്നീട് സാഹിത്യം. ഇനി അവസാനമാകുമ്പോഴേക്കും നമ്മൾ സ്വരങ്ങളെ മാറ്റി വെച്ച് സാഹിത്യം പാടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. നമ്മൾ നീന്താനൊക്കെ പഠിക്കുന്ന പോലെ ആദ്യം ചെറിയ സ്ഥലത്ത് നീന്തി പഠിക്കുന്നു, കുറച്ചുകൂടി വലിയ സ്ഥലത്തേക്ക് നീന്തുന്നു, പിന്നെ വലിയൊരു കുളത്തിൽ തന്നെ നമുക്ക് നീന്താറാവുന്നു. പിന്നെ നമ്മൾ ഏത് ജലാശയത്തിലും നീന്താനാവുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് പാടിയെടുക്കുന്നു.
അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പാടാം. ഞാനൊരു ഗീതം പോലെ പാടാം, ഗീതം അല്ലെങ്കിലും. കാക്കേ കാക്കേ കൂടെ വിടെ സാഗ സാഗ ഗമഗരി. അപ്പം ആ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഇത് ഗീതം പോലെയാണെങ്കിൽ ആദ്യം സാഗ സാഗ ഗമഗരി കാക്കേ കാക്കേ കൂടെ വിടെ സാഗ സാഗ എന്നുള്ള സ്വരം ആദ്യം പഠിക്കും. എന്നിട്ട് അതേപോലെ അതിൻ്റെ സാഹിത്യം കാക്കേ കാക്കേ കൂടെ വിടെ എന്ന് പാടാൻ പഠിക്കും. അതുപോലെയാണ് ഗീതങ്ങൾ. ആദ്യം സ്വരങ്ങൾ പഠിച്ച് അതേ ട്യൂണിൽ നല്ല അർത്ഥമുള്ള കുറച്ച് വാക്കുകൾ പാടി പ്രാക്ടീസ് ചെയ്യും. അതാണ് ഗീതങ്ങൾ.